ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ കാലമായി ഒരു വീഡിയോ ഒക്കെ ചാനലിൽ ഇട്ടിട്ട്, അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അതേപോലെ എന്താണ് വീഡിയോയിൽ പറയേണ്ടതെന്നും പ്രോപ്പറായിട്ട് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഒരു രീതിക്ക് ഞാൻ പറയുകയാണ്, എൻ്റെ ഫസ്റ്റ് ടൈം ഉള്ള ഒരു ഓൺ വോയിസ് വീഡിയോ ആണിത്. അപ്പോൾ എന്താണെന്ന് തപ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ടോപ്പിക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇന്ന് ബോട്ടോക്സിനെ കുറിച്ചൊന്ന് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാനാണ് വിചാരിക്കുന്നത്. കാരണം ഞാൻ ബോട്ടോക്സ് ചെയ്യുന്നതിന് മുന്നേ കുറേ തപ്പി നടന്നിട്ടുണ്ട്. യൂട്യൂബ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും പിന്നെ അറിയുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും ഒക്കെ ബോട്ടോക്സിൻ്റെ ഒരു റിവ്യൂ ചോദിച്ചിട്ട്. അപ്പോൾ ഇതേപോലെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്നെപ്പോലെ തിന്നായിട്ടുള്ളൊരു ഹെയർ ഉള്ള ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടോക്സ് ചെയ്താൽ നന്നാവും, ആഫ്റ്റർ ലുക്ക് എങ്ങനെയായിരിക്കും ഫേസ്, അതേപോലെ മുടി കെട്ടി വെക്കാൻ പറ്റുമോ, തിന്നായിട്ടുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ മുടി എങ്ങനെയായിരിക്കും, ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് ഫ്ലാറ്റായി പോവോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ ആയിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ. അങ്ങനെയുള്ള ചിന്തിക്കുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇൻ കേസ് ആരെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഭയങ്കര കുഞ്ഞായിട്ടുള്ളൊരു ചാനലാണ്, 100 സംതിങ് പേര് മാത്രമുള്ളൊരു കുഞ്ഞു ചാനലാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ എന്തായാലും ലൈക്കും ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതേപോലെ ബോട്ടോക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു റിവ്യൂ തപ്പി നടക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഷെയറും ചെയ്യണം. അപ്പോൾ എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. കാരണം കുറേ കാലം ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ചിലപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് ആയവർക്ക് പോലും എന്നെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിന്ന് വരില്ല. അപ്പം എൻ്റെ പേര് അക്ഷയ, ഞാനിവിടെ ദുബായിലാണ് താമസം. ഞാനിവിടെ രജിസ്റ്റേഡ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നുമല്ല പറയാൻ ഉദ്ദേശിച്ചത്, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഞാൻ എന്താണ് ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എല്ലാവരെയും പോലെയല്ല, എൻ്റെ ഹെയർ ഭയങ്കര തിന്നാണ്. ഓരോ എടുത്ത് നോക്കിയാൽ പോലും അത്രയും നൈസാണ് ഹെയർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഹെയറിന് ബോട്ടോക്സോ കെറാറ്റിനോ നാനോപ്ലാസ്റ്റിയോ അതേപോലത്തെ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും സ്യൂട്ട് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ഞാനിപ്പം ഫൈനലി ഇങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ദുബായിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു 2 വീക്സ് ആയിട്ടുള്ളൂ ചെയ്തിട്ട്. അപ്പം ഇതുവരെയുള്ള എൻ്റെ എങ്ങനെയാണ് ബോട്ടോക്സിൻ്റെ ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഫുൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാനൊരു 8 വർഷം മുന്നേ ഒക്കെ ഞാൻ ഇയർ ടു ഇയർ ഒരു സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 പ്രാവശ്യം, ഒരു 7 മന്ത്സ് കൂടുന്തോറും അങ്ങനെ ഒരു 3 തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് എനിക്ക് അത്യാവശ്യം ആ ടൈമിലൊക്കെ എനിക്ക് അത്യാവശ്യം മുടി ഇത്ര തിന്നല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലാത്ത തരത്തിൽ മുടി മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു മുടിയായിരുന്നു. അത്യാവശ്യം വോളിയം ഉണ്ടായിരുന്നു. അതേപോലെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ എനിക്ക് അത്യാവശ്യം വോളിയം ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ഓരോന്ന് ചെയ്തിട്ട് ആഫ്റ്റർ കെയർ ഒന്നും ചെയ്യാതെ ആയിട്ടായിരിക്കാം മേ ബി എൻ്റെ ഹെയർ ഇങ്ങനെ ആയിട്ടുണ്ടാവുക, അറിയില്ല. പിന്നെ എൻ്റെ മുടീൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രിസിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ കേസ് തലയൊക്കെ നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുടി ഇങ്ങനെയൊക്കെ ഉണ്ടാവുക, അത്രയും ഫ്രിസി ആയിട്ടുണ്ടാവുക, ഒന്നും കെട്ടിവെക്കാനേ പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര തിന്നായിട്ടുള്ള വോളിയം കുറഞ്ഞിട്ടുള്ള ഹെയറാണ്. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ മിക്കവാറും പുട്ടപ്പാണ് ചെയ്യാറ്. കാരണം ഇവിടെ പുട്ടപ്പ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല, പക്ഷേ പുട്ടപ്പല്ലാതെ വേറൊരു ഓപ്ഷൻ എൻ്റെ മുന്നിലില്ല. കാരണം മുടി കെട്ടിവെക്കുക എന്നുള്ളത് എനിക്ക് പുട്ടപ്പ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആകെ വൃത്തിയുള്ള അതായതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ മിക്കവാറും പുട്ടപ്പ് തന്നെ ചെയ്തിട്ടാണ് പുറത്ത് പോവാറ്. പിന്നെ മുടി കുറച്ചൊക്കെ ലെങ്ത്ത് ഉണ്ടെങ്കിലും ചുരുണ്ട് ഇങ്ങനെ കയറിപ്പോവും. ചിലപ്പോൾ മുടി ഭയങ്കര തിന്നായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു മാറ്ററൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് എൻ്റെ ഹെയറിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നാട്ടിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഹെയർ കട്ട് ചെയ്യുന്നല്ലാതെ, പിന്നെ നമ്മളെ ഹോം റെമഡീസ് ആയിട്ടുള്ള ഉലുവ, റോസ്മേരി അതേപോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അല്ലാതെ ഒരു എന്താ പറയുക ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിക്കൊന്നും ചെയ്തിട്ടില്ല തലയിൽ, ഹെയറിൽ. അപ്പം 2 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണിത്. ദുബായിലാണല്ലോ നിൽക്കുന്നത്. അപ്പം എന്തായാലും ഇവിടുത്തെ വാട്ടർ എന്തായാലും ഒരു ഫാക്ടർ ആയിരിക്കാം. മേ ബി മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകാനുള്ളൊരു റീസൺ. എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട്. ഞാൻ ഹെയർ ഫോളിൻ്റെ അങ്ങ് പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. പലരും അങ്ങനെ ഹെയർ ഫോൾ ഉള്ള സമയത്ത് ചെയ്തതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്താണ് ഈ ടൈമിൽ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 3-4 ദിവസം ഒരു അവധി ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്യുവാണെങ്കിൽ ഇൻ കേസ് അതൊന്ന് ഫേസിലേക്ക് ഇപ്പം തലേന്ന് ചെയ്തിട്ട് പിറ്റേന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ ഫേസ് ചിലപ്പം വല്ലാണ്ട് മാറിപ്പോവും. അപ്പം ഇൻ കേസ് എനിക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് അങ്ങ് നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ബാഡ് ഫീൽ എനിക്കുണ്ടായിരുന്നു. ഇൻ കേസ് അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഡ്യൂട്ടിക്ക് പോകും, ആൾക്കാരെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുന്നൊക്കെ. കാരണം മുടി നന്നായിട്ട് ഫ്ലാറ്റ് ആവുമല്ലോ. ഒന്നാമത് തിൻ ഹെയർ ആണ്, അത് ഇനി ചെയ്തിട്ട് ഫ്ലാറ്റായി പോയി കഴിഞ്ഞാൽ ആൾക്കാരെ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യുന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 3-4 ദിവസം ഗ്യാപ്പുള്ള സമയത്താണ് ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ ഇതിലേക്ക് എത്തി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ നെയ്ബറായിട്ടുള്ള ഒരു ഇവിടെയുള്ള ചേച്ചീൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നല്ല ഏതെങ്കിലും സലൂൺ ഉണ്ടോ എനിക്കിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ചേച്ചി ആക്ച്വലി ഒരു
9 months ആയിട്ടുണ്ടാവും. 9 months ആയിട്ട് ആ ചേച്ചി ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. ഞാൻ താഴെയുള്ളൊരു സലൂണിൽ നിന്നാണ് ചെയ്തത്. ഇപ്പോൾ ഒരു 9 മാസത്തിന് ശേഷം ഞാനിപ്പോൾ ബൊട്ടോക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബൊട്ടോക്സിൽ ആ ചേച്ചിക്ക് കുറച്ച് ഹെയർ ഫോൾ ഉണ്ട്. ചേച്ചീനെ കമ്പയർ ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ പറയുക പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ്. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ആ സലൂണിന് കുഴപ്പമില്ല, ഞാൻ ഡെയിലി പോകുന്നതാണ്, ത്രെഡ് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും അവിടെ കുഴപ്പമൊന്നുമില്ല, നീ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നമ്മളെ താമസിക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ളൊരു സലൂണുണ്ട്, ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ. അപ്പോൾ ആ സലൂണിലാണ് ഞാൻ പോയി ഫസ്റ്റ് അന്വേഷിച്ചത്. അപ്പം അന്വേഷിച്ചപ്പം അവർ ഒരു പാകിസ്ഥാനി ലേഡിയാണ്. അപ്പോൾ പാകിസ്ഥാനി ഒരു സലൂണാണ്. അപ്പോൾ അവർ മുടി നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ബോട്ടോക്സ് ആണ് നല്ലത് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം എനിക്ക് ചെയ്യേണ്ടത് ഇന്നതാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അപ്പോൾ ഏതാണ് നല്ലത്, എൻ്റെ കൺസേൺ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ബോട്ടോക്സ് ആണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം, നാളെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അഷ്ടമുടി എന്ന് പറഞ്ഞൊരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സലൂണുണ്ട് അവിടെ. അപ്പം അവിടെ ഇതും നമ്മൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് ഒരു തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ഞാനും ഹസ്ബൻഡും തിരിച്ച് ഈ സലൂണിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു ഒന്ന് നമുക്ക് അഷ്ടമുടിയിൽ പോയിട്ടൊന്നും കൂടെ എൻ്റെ ഹെയറിനെ പറ്റി ഒന്ന് ചോദിച്ചിട്ട് വരാം, എന്താ പറ്റുക എന്നുള്ളത്. കാരണം ഒരു സലൂണിൽ മാത്രം ചോദിച്ചിട്ട് അവർ പറയുന്നത് കേട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല എങ്ങനെയാണ്, ചിലപ്പോൾ അവിടെ അവർക്ക് എന്താ പറയുക അവർ എല്ലാവർക്കും ചിലപ്പോൾ അതായിരിക്കും റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ അതേപോലെയാണോ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു സലൂണിലും കൂടെ ചോദിച്ചിട്ട് അവരെന്താ പറയുന്നത് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോയത്. അപ്പോൾ അങ്ങനെ അഷ്ടമുടിയിൽ പോയി അവിടുന്ന് അവിടെ ഹെയർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചെക്ക് ചെയ്തപ്പം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ബോട്ടോക്സ് ആണ് നല്ലത്, ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുടി ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നാനോപ്ലാസ്റ്റി എങ്ങനെ ഉണ്ട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആ ചേച്ചി എൻ്റെ ഹെയർ ചെക്ക് ചെയ്ത് ചേച്ചി നാനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട് ഒരു വർഷം മുന്നേ. അപ്പോൾ ചേച്ചിക്ക് നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒന്നും കൂടി ഒരു ഫ്ലാറ്റ് ലുക്ക് വരുന്നു പറഞ്ഞു. ബോട്ടോക്സിനെക്കാട്ടും ബോട്ടോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ഫ്ലാറ്റ് ലുക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നാച്ചുറൽ ലുക്കിലേക്ക് വരും. പക്ഷേ നാനോപ്ലാസ്റ്റി കുറച്ചുകൂടെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫ്ലാറ്റ് ലുക്കായിരിക്കും എന്നാണ് ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒന്നാമത് ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് മുടി ഫ്ലാറ്റായി പോവുമോ, മുഖം ഭയങ്കര മാറിപ്പോകുമെന്നൊക്കെ, മുഖത്തേക്ക് ചേരുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്കെ ഞാൻ നാനോപ്ലാസ്റ്റി ചെയ്യേണ്ട. പക്ഷേ ആ ചേച്ചി പറഞ്ഞു നല്ല ട്രീറ്റ്മെൻറ്റ് ആണ്, ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. പിന്നെ ആ ചേച്ചി എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത് ബ്ലോ ഡ്രൈ ആണ്. ഏതൊരു ബ്ലോ ഡ്രൈ പറഞ്ഞു, വികാ ബ്ലോ ഡ്രൈയോ എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബ്ലോ ഡ്രൈ പറഞ്ഞു. പക്ഷേ ബ്ലോ ഡ്രൈ എനിക്ക് സ്യൂട്ടാകുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അത് അത്രയും തിന്നായതുകൊണ്ട് എനിക്കത് ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അന്ന് സ്ലോട്ട് അവൈലബിൾ ആണ്, ഞാൻ അന്ന് തന്നെ അവിടെ അഷ്ടമുടിയിൽ നിന്ന് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അന്ന് ഞാൻ വുമൻസ് ഡേൻ്റെ തലേന്നായിരുന്നു പോയി അന്വേഷിച്ചിട്ടുണ്ടായത്. ആ സമയത്ത് അവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ലോട്ടും ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നാളെ വന്നിട്ട്, ഇന്ന് വീട്ടിൽ പോയതിനു ശേഷം ബുക്ക് ചെയ്തിട്ട് നാളെ വന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ഇന്നെന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് വീണ്ടും എനിക്ക് ടെൻഷനായി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. രണ്ടുപേരും ബോട്ടോക്സ് പറഞ്ഞിട്ടുണ്ട് 2 സലൂണിനും. അങ്ങനെ ഞാനും ഹസ്ബൻഡും തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു സലൂണും കൂടെ കണ്ട്. അപ്പം ഏതായാലും 2 സലൂണിന് അഭിപ്രായം ചോദിച്ചു. ഇനി മൂന്നാമത്തെ നിന്ന് അവരെന്താ പറയുക, ജസ്റ്റ് ചെയ്യാനല്ല എന്താ പറയുക, ഇതന്നെയായിരിക്കുമോ പറയാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്നും കൂടെ കയറി വേറൊരു സലൂണിൽ. അപ്പോൾ കയറിയ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഈ ഹെയറിനെ പറ്റിയൊരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഹെയറിന് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് കെരാറ്റിനോ ബോട്ടോക്സോ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഭയങ്കര തിന്നായിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഫ്ലാറ്റ് ആവുള്ളൂ, നിങ്ങൾക്ക് സ്യൂട്ടാവില്ല പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊരു സ്പാ ഉണ്ട്, ഹെയർ സ്പാ ഉണ്ട്, നല്ലതാണ്, നല്ല ഗ്രോത്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു അത് സ്ട്രേറ്റ് ലുക്ക് ഉണ്ടാവും ചോദിച്ചു. അപ്പോൾ സ്ട്രേറ്റ് ലുക്കൊന്നും ഉണ്ടാവില്ല, അതൊരു സ്പായാണ് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അതിന് ഇവിടുത്തെ ദർഹം ഒരു 400 സംതിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 400-നൊക്കെ ഒരു സ്പാ ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ചിലപ്പോൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് പോകാത്തതുകൊണ്ടായിരിക്കും 400-ന് ഒരു സ്പാ ഒരു കുറച്ച് കൂടുതലായ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ കാർഡ് എനിക്ക് അവർ തന്നായിരുന്നു. ആ സമയത്താണ് ഞാൻ ആ കാർഡ് ഒന്ന് നോക്കിയത്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സലൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പായ്ക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, സ്പായാണ് അവരെ ഹൈലൈറ്റ് സാധനങ്ങൾ.
അപ്പോൾ അവർ സ്ട്രെയിറ്റനിങ്ങോ അല്ലെങ്കിൽ കെരാറ്റിനോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. സ്പാ ആണ് അവരെ മെയിൻ. സ്പായിൽ തന്നെ കുറേ ടൈപ്പ് ഓഫ് സ്പായാണ് അവർ ചെയ്യുന്നത്. അതായിരിക്കാം മേ ബി അവരെനിക്ക് സ്പാ സജസ്റ്റ് ചെയ്തത്. അതും അതിലേറ്റവും കൂടിയൊരു റേറ്റുള്ള സ്പായാണ് അവരെന്നോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നെ എനിക്ക് ആലോചിച്ചപ്പോൾ നന്നായി. അവരെ വാക്ക് കേട്ട് ചിലപ്പം ഇൻ കേസ് നോ പറയാൻ, കാരണം ഞാനൊരു ഇൻട്രോവേർട്ടാണ്, നോ പറയാൻ മടിയായിട്ട് അവരെന്നോട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ അവരെ കൂടെ പോയി ചെയ്തെന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ഞാൻ നന്നായി എന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ അവധി ഇങ്ങനെ കഴിയാനായി. 2-3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകണം. അപ്പം അതിൻ്റെ മുന്നേ എന്തായാലും ഒരു തീരുമാനം എടുക്കണം. ഇൻ കേസ് ഇപ്പോൾ ചെയ്തിട്ടില്ലേ പിന്നെ എനിക്ക് എപ്പോഴേ ഇതേപോലത്തെ ഒരു ലീവ് കിട്ടുകയെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു 4-4:30 ആയ സമയത്ത് വൈകിട്ട് ഞാൻ ഹസ്ബൻഡിന് മെസ്സേജ് അയച്ചു. ഞാൻ ഇങ്ങനെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോവുക. നമ്മളെ നെയ്ബറായിട്ടുള്ള ചേച്ചി, ആ ചേച്ചിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനത് ചെയ്യുക. കാരണം അതിന് എനിക്ക് തോന്നുന്നു 295 AD അങ്ങനെ എന്തോ ആണ് റേറ്റുള്ള ദർഹം. അപ്പോൾ ഇൻ കേസ് അതും ഒരു സ്ട്രെയിറ്റ് ലുക്കാണ്. അത് ഓക്കെ ആവുകയാണെങ്കിൽ, അങ്ങനെ ഒരു ലുക്ക് എൻ്റെ ഫേസിലേക്ക് സ്യൂട്ട് ആവുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് പോയി കഴിഞ്ഞിട്ട് എന്താ പറയുക, ബോട്ടോക്സോ അങ്ങനെ എന്തെങ്കിലും കെരാറ്റിനോ ഒക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചിക്ക് അത്യാവശ്യം 9 months ഒക്കെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആ ചേച്ചീൻ്റെ അത്യാവശ്യം വോളിയമുള്ള ഹെയറാണ്, എന്നെപ്പോലെയല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ആ ചേച്ചിക്ക് ഒരാൾക്കെങ്കിലും അത്യാവശ്യം നല്ലൊരു റിവ്യൂ ആണല്ലോ പറഞ്ഞത്. അപ്പം അവിടെ പോയിട്ട് ആ ചേച്ചി പറഞ്ഞ സലൂണിൽ പോയിട്ട് തൊട്ട് താഴെ, ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള സലൂണിൽ പോയിട്ട് തന്നെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള മാത്രമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ആദ്യമായിട്ട് കേട്ടതായിരുന്നു. ആ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടത്. കെരാറ്റിൻ കേട്ടിട്ടുണ്ട്, ബോട്ടോക്സ് കേട്ടിട്ടുണ്ട്, നാനോപ്ലാസ്റ്റി കേട്ടിട്ടുണ്ട്, ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനത്തെ ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓടി. ഞാൻ സലൂണിലേക്ക്, തൊട്ട് താഴെയുള്ള സലൂണിലേക്ക്, ഇവർ പറഞ്ഞ സലൂണിലേക്ക് തന്നെ പോയി. അപ്പോൾ പോയ സമയത്ത് ആ ചേച്ചി എന്നോട് ചോദിച്ചു, ഇന്നലെ വന്ന ആളല്ലേ എന്ന് ചോദിച്ചു. സംഭവം ഇത് പിറ്റേന്ന് കേട്ടോ. ഇന്നലെ വന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. ഞാൻ പറഞ്ഞു എനിക്ക് പ്രോട്ടീനാണ് ചെയ്യേണ്ടത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബോട്ടോക്സ് ആണ് കുറച്ചുകൂടെ ഹെയറിന് സ്യൂട്ട് ആവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അതിന് അത്യാവശ്യം റേറ്റും കൂടുതലാണ് അവിടുത്തെ ബോട്ടോക്സിന്. അവിടെ എല്ലായിടത്തും ദുബായിൽ ഇങ്ങനെയാണോ റേറ്റ് എന്നുള്ളത് അറിയില്ല. ഞാൻ അഷ്ടമുടിയിൽ ചെക്ക് ചെയ്തപ്പോൾ സെയിം റേറ്റ് ആയിരുന്നു, ഇവിടെയും സെയിം റേറ്റ് ആണ്. അപ്പോൾ അഷ്ടമുടിയിൽ ഇൻ കേസ് അവർ ചെയ്യാൻ ഓക്കെയാണ് ബോട്ടോക്സ് അന്ന് തന്നെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തേനെ. കാരണം അത്യാവശ്യം അവർക്ക് കുറേ അധികം ബ്രാഞ്ചസ് ഉണ്ട്, നാട്ടിലായാലും ദുബായിലായാലും ഒക്കെ. പിന്നെ അതുപോലെ അവർ നല്ല പേജസൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, ഇൻസ്റ്റാഗ്രാം പേജൊക്കെ. അപ്പം ഇൻ കേസ് അവർ നമുക്ക് അങ്ങനെ ഒരു ഇത് തരൂല, ഇൻ കേസ് അങ്ങനെ ഒരു നല്ലതാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ അന്ന് സ്ലോട്ട് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് പിറ്റേന്ന് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്ന് ചെയ്യുന്ന സമയത്ത് 295 പ്രോട്ടീൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്ന് വെച്ചാൽ നാട്ടിൽ ഏകദേശം ഒരു 5000 ഒക്കെ ഉണ്ടാവുമായിരിക്കാം, 5000 അല്ലെങ്കിൽ 5000 സംതിങ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം 295 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ച് പോയ സമയത്ത് അവരെന്നോട് പറഞ്ഞു ബോട്ടോക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പേടികളുണ്ട്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്, 2 ദിവസം കഴിഞ്ഞാൽ മുടി ചിലപ്പം ഫേസിലേക്ക് ചേരുമോ എന്നറിയില്ല. എനിക്കിങ്ങനെ ഒരുപാട് ഫ്ലാറ്റ് ആവണ്ട, കാരണം ഒന്നാമത് തിന്നായിട്ടുള്ള ഹെയറാണ്. ഇങ്ങനെ നമ്മൾ പറയില്ലോ പശു നക്കിയ പോലെയൊക്കെ ആയി പോവാന്ന്, അതേപോലെ ആയി പോവുമോ എന്നൊക്കെ. അപ്പോൾ അവർക്ക് എന്നെ മനസ്സിലായി ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്, ബോട്ടോക്സ് കുറച്ചുകൂടെ നാച്ചുറലാണ്, അപ്പോൾ ബോട്ടോക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞ ഹെയർ ഫോള് ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പം ഇല്ല, ഞങ്ങൾ കുറേ പേർക്ക് ചെയ്തതാണ്, ഇതുവരെ അങ്ങനത്തെ റിവ്യൂ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചേച്ചി ഇങ്ങനെ എൻ്റെ നെയ്ബറായിട്ടുള്ള ചേച്ചി ഇവിടെ നിന്നാണ് ചെയ്തത്, അവർക്ക് ബോട്ടോക്സ് ചെയ്തിട്ട് കുറച്ച് ഹെയർ ഫോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർ ജിമ്മിലൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ അങ്ങനെ കുറേ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇൻ കേസ് ഇത് ചെയ്തിട്ട് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ തന്നെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ അഗ്രി ചെയ്തു. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ബോട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു 2 hours ഒക്കെ അവിടെ സലൂണിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആദ്യം എൻ്റെ മുടി ഓയിലി ആയതുകൊണ്ട് അവരൊന്ന് ഹെയർ വാഷ് ചെയ്തു. അതിനുശേഷം അവർ ക്രീം അപ്ലൈ ചെയ്തു. 1 hour വെച്ചിട്ട് അവർ സ്ട്രെയിറ്റ് ചെയ്തിട്ട് വീണ്ടും വാഷ് ചെയ്തു എന്ന് തോന്നുന്നു. അങ്ങനെ ടോട്ടൽ 1.5-2 hours എടുത്തിട്ടുണ്ട്. പിന്നെ എന്നോട് അവർ ഞാനിവിടെ ചെറിയൊരു ക്ലിപ്പ് കൊടുക്കാം. എനിക്ക് പൊതുവേ ടെൻഷനായിരുന്നു ആ സമയത്ത്, എന്താണ് ശരിയാവുമോ എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുത്തിട്ടില്ല. ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ വീഡിയോ എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. പിന്നെ അവരെന്നോട് പറഞ്ഞു, അവർ ഏതോ ഒരു ഷാമ്പൂ കണ്ടീഷണറും ഒക്കെ പറഞ്ഞു ഇത് തന്നെ യൂസ് ചെയ്യണം, അല്ലാത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ടൈപ്പ് ഓഫ് ഷാമ്പൂ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നാളെ വരുമ്പോൾ എന്തായാലും പിറ്റേ ദിവസം ഒരു ഹെയർ വാഷ് ഉണ്ട്, അപ്പോൾ അതിന് വന്നിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, ഞാൻ അന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോന്നു. പിറ്റേന്ന് വൈകിട്ട് സെയിം ടൈമിലാണ് ഞാൻ
ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത്. പക്ഷേ ഹെയർ അന്ന് ചെയ്ത സമയത്ത്, ഫസ്റ്റ് ഡേ ചെയ്ത സമയത്ത് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ആ ലുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ, ഞാൻ എന്നിട്ട് സലൂണിന് ബിൽഡിങ്ങിൻ്റെ സെയിം താഴെ തന്നെയാണ്, പക്ഷേങ്കിൽ ഞാൻ ഓടിയിട്ടൊക്കെ കയറി. മറ്റേ നമ്മളെ ഫിലിമിലെ സലീം കുമാറിൻ്റെ ലുക്കായി പോയോ, ഇനി ആൾക്കാരെന്താ ഇങ്ങനെ എന്നെ നോക്കുമോ, അങ്ങനെയുള്ള ഒരു ടെൻഷനൊക്കെ ആയിട്ട് അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ റൂമിലേക്ക് കയറി വന്നത്. അങ്ങനെ ഇവിടെ വന്ന് രാത്രി ഹസ്ബൻഡ് വന്നപ്പം ഞാനിങ്ങനെ ചമ്മലോടെയാണ് ഡോറൊക്കെ തുറന്നു കൊടുത്തത്. ഇനി എന്താണ് റിവ്യൂ പറയുക, ഇഷ്ടപ്പെടുമോ, കൊള്ളില്ല പറഞ്ഞാൽ എനിക്കൊരു സങ്കടമാവില്ലേ. അപ്പം അത്രയും പൈസ കൊടുത്തിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ പിന്നെ കയറി വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടല്ലോ ചെയ്തത്, നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കുഴപ്പമില്ലല്ലേ, കൊള്ളാമല്ലേ. അപ്പോൾ പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, ഈ ഒരു മുടി ഭയങ്കര ലോങ് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് അല്ലെങ്കിൽ ഇത്ര വീഡിയോയിലൊരു മറ്റേ നമ്മളെ യുദ്ധത്തിൻ്റെ ഒരു വാണിംഗ് മെസ്സേജ് വന്നതായിരുന്നു. അതാണ് വീഡിയോ ഇടയ്ക്ക് സ്റ്റോപ്പായി പോയത്. അപ്പോൾ ഹസ്ബൻഡ് വന്ന സമയത്ത് എൻ്റെ മുടി ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിലൊക്കെ കുളിച്ച് കഴിഞ്ഞാലും അല്ലാത്ത സമയത്തൊക്കെ കെട്ടിവെക്കുന്ന സമയത്തൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെയ്ത സമയത്ത് അന്ന് ഇത്ര ഒക്കെ ഉണ്ട്, നല്ല സിൽക്കി ആയിട്ടുള്ള ഹെയർ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ അടിപൊളി ഉണ്ടല്ലോ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ എനിക്ക് ടെൻഷൻ എന്താ, നാളെ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവുമോ, അങ്ങനത്തെ ഓവർ തിങ്കിങ് ഒക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡും കൂടെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നാളെ എന്തായാലും പോയി വാഷ് ചെയ്തുകൊണ്ട് അവർ പറയുന്ന ഷാമ്പു വാങ്ങിക്കോ പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ചിന്തിച്ചു വാങ്ങണോ, ഇൻ കേസ് അവർ എന്താ പറയുക, ചിലപ്പം അവരെ ഇത് എന്താ പറയുക, അവർക്കൊരു വലിയൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു പൈസ കിട്ടുമല്ലോ, അതുകൊണ്ടാണോ ഇനി അവരത് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഏതായാലും നനഞ്ഞ് ഇത്ര രൂപയായി ചെയ്യാൻ, അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ ഒരു പേരിൽ നാളെ ഹെയർ ഇനിയിപ്പോൾ അതിനൊരു ഇത് വേണ്ട, ചിലപ്പോൾ ഹെയർ ഫോളോ ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത ലുക്ക് പോവുക, ഇനിയിപ്പോൾ നമുക്ക് അവരെ പറയാൻ പറ്റില്ല, നമ്മൾ പുറത്തുനിന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഇതുവരെ ചെയ്തല്ലോ, ഇപ്പം ഇനി അവർ പറയുന്നത് തന്നെ യൂസ് ചെയ്തോ, നമുക്ക് എന്താ നോക്കാം, എത്ര കാലം ലാസ്റ്റ് ചെയ്യും, എന്താണ് ഹെയറിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ നോക്കാൻ പറഞ്ഞു. ഇങ്ങനെ പിറ്റേന്ന് പോയി ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടി പോയി. അവരെനിക്ക് ഒരു ഷാമ്പു ഇട്ടിട്ട് വാഷ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരൊന്നും കൂടെ സ്ട്രെയിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വാഷ് ചെയ്തിട്ടുള്ള ഒരു ഹെയറിൻ്റെ ലുക്ക്. ഭയങ്കര അത്യാവശ്യം ആ ഒരു ഭയങ്കര ഫ്ലാറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒരു വോളിയം ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിററിൽ നോക്കിയപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്ത ഫോട്ടോ ഇല്ല, പറ്റുവാണെങ്കിൽ അതിന് 2 ദിവസം മുന്നൊക്കെ എടുത്ത ഫോട്ടോ പറ്റുവാണെങ്കിൽ ഇവിടെ കൊടുക്കാം. പിന്നെ അതേപോലെ എൻ്റെ ഹെയർ മുന്നേ ഞാൻ ഇയർ ടു ഇയർ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സ്മൂത്ത് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ സമയത്തെ ഫോട്ടോയും ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തു. ഞാൻ വീട്ടിലെത്തി, ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട്. അപ്പോൾ വീട്ടിലെത്തിയെന്നല്ല, അവരെന്നോട് പറഞ്ഞു ഇന്ന ഷാമ്പു വാങ്ങണം, ഇന്ന കണ്ടീഷണറും വാങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ വാങ്ങണോ എന്ന് ചിന്തിച്ചപ്പോൾ വാങ്ങണം എന്തായാലും വാങ്ങണം, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്ത് ഇൻ കേസ് ഹെയർ ഫോൾ വന്നാൽ ഞങ്ങളെ പറയരുത്, ചിലപ്പോൾ സ്ട്രെയിറ്റ് ആൻഡ് ലുക്ക് ചിലപ്പോൾ അതേപോലെ ലാസ്റ്റ് ചെയ്തെന്ന് വരില്ല, ഇത് യൂസ് ചെയ്യണം എന്തായാലും ഒരു മോർ ദാൻ 6 മന്ത് എന്തായാലും നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ വിചാരിച്ച് ഞാൻ അത് വാങ്ങി. അത്യാവശ്യം നല്ല എന്താ പറയുക എക്സ്പെൻസീവാണ്, അറിയാലോ, അവർ പറയുന്ന ഷാമ്പൂ കണ്ടീഷണറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അത്യാവശ്യം പൈസ ഉണ്ടാവും. ഇത് സ്ട്രെയിറ്റ് ബോട്ടോക്സ് ചെയ്യാനും അതേപോലെ തന്നെ ഈ രണ്ടിനും കൂടെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു, വീട്ടിൽ വന്നു. ഇപ്പം ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 2 ആഴ്ചയായി ഞാൻ ചെയ്തിട്ട്. ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഞാനൊരു 4 വാഷ് കഴിഞ്ഞു. ഇന്നിപ്പം 2 ദിവസം മുന്നെയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്തത്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫ്ലാറ്റ് ലുക്ക് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഓരോ വാഷ് കഴിയുന്ന സമയത്തും കുറച്ചൊന്ന് വോളിയം, ഒരു നാച്ചുറൽ ടെക്സ്ചറിലേക്ക് വരും ഹെയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രിസ്നെസ് ഉണ്ടാവില്ല, ഈ മുടി ജട പിടിക്കുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ഒരു നാച്ചുറലായിട്ട് ഭയങ്കര അങ്ങനെ ഒരു സോഫ്റ്റ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഒരു പക്കാ സ്ട്രെയിറ്റ് ലുക്കൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഭയങ്കര ഫ്ലാറ്റായിട്ട് ഒരു 6 മന്ത് ഒന്നും നിൽക്കില്ല. ഓരോ വാഷ് കഴിയുന്നതിനനുസരിച്ചും ഇത് നാച്ചുറൽ ലുക്കിലേക്ക് വരും എന്നാണ് അവർ പറഞ്ഞത്. എനിക്കും അതേപോലെയാണ് തോന്നിയിട്ടുള്ളത്. ആദ്യം എൻ്റെ മുടി ഞാൻ പിക്ചർ കൊടുക്കാം, ആദ്യം എൻ്റെ മുടി ചെയ്തപ്പോഴുള്ള മുടിയല്ല ഇപ്പോൾ ഉള്ളത്, അതിൻ്റെ ലുക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ വാഷ് കഴിയുന്നതിനനുസരിച്ച് മുടീൻ്റെ ലുക്ക് ഒന്ന് കുറച്ച് വോളിയം കൂടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഉള്ളു വരും എന്നല്ല ഞാൻ പറയുന്നത്, ഈ ഷാമ്പു ഉപയോഗിച്ച് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മുടി ഒന്നും കൂടി ഒരു വോളിയുള്ള പോലെ തോന്നി, ഈ ഫ്ലാറ്റ് ലുക്കുന്ന. അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളതും എനിക്ക് തോന്നിയിട്ടുള്ളൂ. എൻ്റെ ഒരു 4 വാഷ് ഇപ്പോൾ കഴിഞ്ഞു. ഞാൻ വീക്കിലി 2 തവണയാണ് ഹെയർ വാഷ് ചെയ്യൽ. ഞാൻ ഡെയിലി വാഷ് ചെയ്യുന്ന ഒരാളായിരുന്നു. എനിക്ക് ഡെയിലി വാഷ് ചെയ്തിട്ടുള്ള ഭയങ്കര പ്രശ്നമാണ്. ഒന്നാമത് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു തലയിൽ, അതേപോലെ തന്നെ ഹെയർ ഫോൾ ഉണ്ട്. പിന്നെ ഹെയർ വാഷ് ചെയ്തിട്ടില്ല എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ എന്നും വാഷ് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ ചെയ്തതിന് ശേഷം ആഴ്ചയിൽ 2 തവണ വാഷ് ചെയ്യും. അപ്പം ഒരു തിങ്കളാഴ്ച ഹെയർ വാഷ് ചെയ്യണം, പിന്നെ ഞാൻ ചിലപ്പം വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആയിരിക്കും അടുത്ത് വാഷ് ചെയ്യുക. അങ്ങനെ ആഴ്ചയിൽ 2 തവണ വാഷ് ചെയ്യും. കൂടെ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്യും. പിന്നെ വാഷ് ചെയ്തിട്ട് ഞാനിങ്ങനെ തല നന്നായിട്ട് തോർത്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന്
എന്താ പറയുക കെട്ടി വെച്ചിട്ട് ഡ്രൈ ചെയ്തിട്ട് കുറച്ചൊന്ന് വെള്ളം പോക്കിയിട്ട് അതങ്ങനെ ഇട്ടു. പിന്നെ അതിങ്ങനെ ഉണങ്ങി അങ്ങനെയാണ്, അല്ലാതെ നന്നായിട്ട് ഇങ്ങനെ ഒരതി വെള്ളമൊന്നും പോക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. ഞാൻ എന്തായാലും ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു വീഡിയോ കൂടെ ചെയ്യും, എൻ്റെ ഒരു 6 മാസത്തിന് ശേഷമുള്ള എൻ്റെ ഒരു ഹെയറിൻ്റെ ലുക്കും എൻ്റെ ഹെയറിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം ഇതുപോലെ കുറേ പേര് തപ്പി നടന്നിട്ടുണ്ടാവും, തിന്നായിട്ടുള്ള ഹെയർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ മോശമായി പോവോ, ആൾക്കാരുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റുമോ, ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റുമോ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള വിചാരിച്ചിട്ടുള്ള കുറേ പേരുണ്ടാവും. എനിക്കറിയാം, കാരണം എൻ്റെ അത്രയും തിന്നാണ്, നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, അത്രയും തിന്നായിട്ടുള്ള ഹെയറാണ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാം. ഇതുവരെയുള്ളൊരു ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞാൻ അത്രയും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോയിരുന്നു, എൻ്റെ ഹെയർ അത്രയും മോശം രീതിയിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ഫേസിലേക്കായാലും ഒക്കെ എനിക്കൊരു ഒന്ന് ചേഞ്ച് ആയ പോലെ തോന്നി. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ എന്തായാലും 6 മന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഞാനിവിടെ ഏത് സലൂണിലാണ് ദുബായിൽ ചെയ്തിട്ടുള്ളത്, ഇവിടെ ടോട്ടൽ എനിക്ക് എത്ര എക്സ്പെൻസ് ആയി, അങ്ങനത്തെ കുറേ ഡൗട്ട്, പിന്നെ എന്താ പറയുക വേറെ എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോനെ പറ്റി ഇതേപോലത്തെ ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാനൊരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.